ഹലോ എവ്രിവൺ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. മിഷൻ ഒളിമ്പ്യാഡിൻ്റെ ഭാഗമായി നമ്മൾ 7, 8, 9, 10th ക്ലാസ്സുകളിലെ ഓരോ ക്ലാസ്സിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ 7ാം ക്ലാസ്സിലെ ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസുകളാണ്, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. സാധാരണത്തെ നമ്മുടെ സ്കൂളിലുള്ള ചോദ്യങ്ങളുടെ ഒരു ലെവൽ നമുക്കറിയാം. ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത് അതൊരു പക്ഷേ അതുപോലെ എടുത്തെഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില സാധാരണ നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു പാഠത്തിലെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ചെയ്യുക അത്ര ഈസി അല്ല. സ്ഥിരമായി ചെയ്ത് ശീലിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ, അതിൻ്റെ ആൻസർ കൃത്യമായി കണ്ടുപിടിക്കുന്ന രൂപത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് ഈ ഒരു ചാനലിലൂടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ നമ്മൾ USS ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ NMMSഉം അതേപോലുള്ള ഓരോ എക്സാമുകളും ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള എക്സാമുകളാണ് ഒളിമ്പ്യാഡ്സിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമാകും. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങൾ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. റെഫർ ടു ദ ഗിവൺ പൈ ചാർട്ട് റെപ്രസെൻറ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് എയർ. അപ്പം എയറിൻ്റെ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്, അതേപോലെ വൈ, സെഡ്, അതേപോലെ വേറെ ചെറിയൊരു പോർഷൻ ട്രേസ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിങ് ഇറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എയർ എന്ന് പറയുമ്പോൾ അതിലെ എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട്? ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, പിന്നീട് ഓക്സിജൻ ആണ്, ആ രൂപത്തിൽ അതിൻ്റെ പിന്നീട് ആർഗൺ ആണ്, പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബാക്കിയുള്ള ഭാഗമായിരിക്കും ഈ ട്രേസ് ഗ്യാസസ് ആയിട്ടുള്ള വാട്ടർ പോലെ, സൾഫർ ഡയോക്സൈഡ് പോലെ, നൈട്രജൻ ഡയോക്സൈഡ് പോലെയുള്ള ഒരുപാട് ചെറിയ അളവിലുള്ള ഗ്യാസുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ സംഗതി കൃത്യമായി അറിയുന്നവരാണ്. നൈട്രജൻ ആണ് 78%, പിന്നീട് ഓക്സിജൻ 20.9 അഥവാ 21%, ബാക്കി പിന്നെ വരുന്നത് ആർഗൺ ആണ് 0.9, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ്, ബാക്കി എല്ലാ ഗ്യാസും കൂടി കണ്ടാണ് 0.17%. അപ്പോൾ ആ ഒരു ചാർട്ട് നമുക്കറിയാം. ഇനി ഇതിലെ ചോദ്യം നോക്കാം. എക്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ അവർ ബോഡി. ആരാണ് മക്കളെ എക്സ് എന്ന് പറയുന്നത്? ആരായിരിക്കും? എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നൈട്രജൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നൈട്രജൻ എന്താണ്? ഫെർട്ടിലൈസറുകൾ, വളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോട്ടീനിലെ ഒരു പ്രധാന ഘടകവും ആര് തന്നെയാണ്? നൈട്രജൻ ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന നൈട്രജനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ബി ഓപ്ഷൻ നോക്കൂ. വൈ ഈസ് നെസസറി ഫോർ ഹ്യൂമൻസ് ടു ഗെറ്റ്സ് എനർജി ഫ്രം ഫുഡ്. വൈ എന്താണ്? വൈ നമുക്കറിയാം. ആരാണ് വൈ എന്ന് പറയുന്നത്? ഓക്സിജൻ ആണ് ഉള്ളത് അല്ലെ. 2ാം സ്ഥാനത്ത് ഓക്സിജൻ അല്ലേടാ. ഓക്സിജൻ വൈ ആണ്. അത് നമുക്കറിയാം. ഈ പറഞ്ഞ ഹ്യൂമൻസിന് ഇമ്പോർട്ടൻ്റ് ആണ് എനർജി ഫ്രം ഫുഡ്. ഫുഡിൽ നിന്ന് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ആര് നിർബന്ധമാണ്? ഓക്സിജൻ നിർബന്ധമാണ്. അപ്പോൾ വൈയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ബേണിംഗ് എക്സ് എന്ന് പറയുന്ന ആളെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അഥവാ നൈട്രജനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് അപ്പ് ആൻഡ് സെഡ് ഈസ് ഗിവൺ ഔട്ട്. ആണോ? ഒരിക്കലുമല്ല. സെഡ് ആരാണ്? 3ാം സ്ഥാനത്തുള്ളത് നമുക്കറിയാം ആർഗൺ ആണ് അല്ലെ. ആർഗൺ ആണോ ലഭിക്കുന്നത്? ഒരിക്കലുമല്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലഭിക്കുക? അല്ല. എക്സ് കത്തിച്ചു കഴിഞ്ഞാൽ, എക്സ് നൈട്രജൻ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് പോലെയുള്ള വേറെ ഗ്യാസുകളാണ് കിട്ടുക. ആരെ കിട്ടൂല? ആർഗൺ പോലെയുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ളവരൊന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ ഇതാണ് അതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. ബോത്ത് ബി ആൻഡ് സി എന്താണ്? ഈ പറഞ്ഞതിൽ എന്താണ്? നമുക്കറിയാം ബി കറക്റ്റ് ആണെന്ന് അറിയാം, സിയും രണ്ടും കൂടി ഒരുമിച്ച് വന്നതാണെന്നാണ് പറയുന്നത്. 4ാമത്തെ ഓപ്ഷൻ നോക്കൂ. ബോത്ത് ബി ആൻഡ് സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബിയും സിയും എന്താണ്? ഇൻകറക്റ്റ് ആണ്. നമുക്കറിയാം ബി കറക്റ്റ് ആണ്, എന്നാൽ സി എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇതുമല്ല. അപ്പൊ ഏതായിരിക്കും ഇതിലെ
നമുക്കറിയാം സി മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഉത്തരങ്ങൾ കാണേണ്ടത്. നോക്കാം, നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഓൾ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനുമായി ഇതിൽ എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ദർ ഈസ് എ കെമിക്കൽ ചേഞ്ച് ഇൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ വോള്യം. വോള്യത്തിൽ എന്തുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അതിന്റെ വോള്യത്തിൽ വ്യത്യാസം വരുമോ? വരുന്നില്ല. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നും നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത്, അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് എന്ത് ചെയ്യൂല, ഫോം ചെയ്യൂല. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അഥവാ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. നമുക്കറിയാം ഐസ് ഉരുകിക്കഴിഞ്ഞാൽ വീണ്ടും അതിനെ തണുപ്പിച്ചാൽ ഐസ് ആകും. അതേപോലെ തന്നെ അതിന്റെ ഷേപ്പ്, സൈസ് ഇതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. എന്നാൽ ഒരു കെമിക്കൽ ചേഞ്ചിലോ, കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ വിറക് കത്തുന്നു, ഫയർവുഡ് ബേൺ ചെയ്യുന്നു, അപ്പൊ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അത് ഇറിവേഴ്സിബിൾ ആണ്, പഴയ വിറകാക്കി മാറ്റാൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമല്ല കെമിക്കൽ പ്രോപ്പർട്ടീസിലും വ്യത്യാസം വരും. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു ബേസിക് ആയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മളെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ. നോക്കിക്കേ, ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വോള്യത്തിൽ വ്യത്യാസം വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നേരെ മറിച്ച് അത് ഫിസിക്കൽ ചേഞ്ചിന്റെ പ്രത്യേകതയാണ് അല്ലെ. ഐസ് എന്താകുന്നു, വാട്ടർ ആകുന്നു, വാട്ടർ വേപ്പർ ആകുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നു, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, ഐസ് വാട്ടർ ആകുന്നു. ആ വാട്ടർ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ വേപ്പറായി മാറുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ വോള്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. വാട്ടർ വേപ്പർ ആണെങ്കിൽ കൂടുതൽ വോള്യം വേണ്ടി വരും, ഐസ് ആണെങ്കിൽ കുറഞ്ഞ വോള്യം മതി. അപ്പൊ അത് ഫിസിക്കൽ ചേഞ്ചിനാണ് സംഭവിക്കുന്നത്. അപ്പൊ എ അല്ല ആൻസർ. ഹീറ്റ് ഈസ് ഇവോൾവ്. നമുക്കറിയാം ഐസ് വാട്ടർ ആകുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാണ്. എന്നാൽ വാട്ടർ ഐസ് ആകുമ്പോഴോ ഹീറ്റ് ഇവോൾവ് ചെയ്യാണ്, പുറത്ത് റിലീസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതും സംഭവിക്കുന്നത് കെമിക്കൽ റിയാക്ഷനിലല്ല, ഫിസിക്കൽ റിയാക്ഷനിലാണ്. ഇനി കെമിക്കൽ ബോണ്ട്സ് ആർ ബ്രോക്കൺ ഓർ ഫോംഡ്. അതാണ് മക്കളെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് അതിന്റെ കെമിക്കൽ ബോണ്ടുകൾ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനുകൾ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് അവിടെ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടാകും. എങ്കിൽ മാത്രമേ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ദർ ഇസ് എ ചേഞ്ച് ഇൻ മാസ്. മാസിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അത് ഫിസിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ, കെമിക്കൽ ചേഞ്ച് ആയിക്കോട്ടെ, മാസിലൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ സി മാത്രമാണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനായി അല്ലെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ കൃത്യമായി തിയറി പഠിച്ചവർക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറ്റുകയുള്ളൂ കേട്ടോ. എങ്കിൽ ഇതാ നിങ്ങളുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കെമിക്കൽ ചേഞ്ച്? ഞാനിവിടെ 5 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 ഓപ്ഷനിൽ ഏതെല്ലാമാണ് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളുകൾ ആയിട്ടുള്ളത് എന്ന് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതണം. അപ്പൊ ചോദ്യം എന്ത് ചെയ്യുക, ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കുക. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്